ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നിങ്ങളുടെ കോമ്പോ അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പിൽ നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളാകും ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ ധ്യാൻചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ല, ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇല്ല, സിനിമ നന്നായിരുന്നെങ്കിൽ ഓടിയേ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ സീക്രട്ടിൻ്റെ റിവ്യൂ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറല്ല. അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാനും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി. കാര്യം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഉത്തരം പറയുന്നത്, ഡാർവിൻചേട്ടനായിരുന്നു ഉത്തരം പറയുന്നത്. ആ ചോദ്യം ചോദിച്ചൊരു കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നും ഇല്ലായിരുന്നു. ചോദിപ്പിച്ച മൈൻഡ്ലി മനസ്സിലായോ? അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ചോദിക്കാം, അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസൊക്കെ അയാൾ ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും എന്തായാലും പോയി. ചിലപ്പം അദ്ദേഹം ധ്യാനം ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും. അപ്പം എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% ടൈപ്പ് അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത് മനുഷ്യരല്ലേ. പക്ഷേ അത് മാത്രമല്ല തമാശ കാര്യമല്ല. ഒരു നേഷൻ്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ഒരു ചെറിയ തീപ്പൊരി എന്ന് പോകുന്നത്. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആൾ മാറ്റി ചോദിക്കുക. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനം രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. ഇവരാണ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. സിനിമയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ